ഇത് ഭയങ്കര ഭയങ്കര ശോകമാണ്. ഞാൻ പിന്നെ ലൈവ് ഇത്ത ഇട്ട് ഇടയ്ക്ക് അവിടെ അങ്ങ് സ്ക്രീൻ കാസ്റ്റ് ഇട്ടേക്കുവാണ്. ഒക്കെ ഇട്ടല്ലേ? ഇടയ്ക്ക് സ്ക്രീൻ കാസ്റ്റ് ഒക്കെ ഇട്ടല്ലേ? എന്തായി? വല്ലതും കിട്ടിയോ? ഉം. കിട്ടിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ എവിടെ കടലിൽ മുങ്ങി തപ്പിക്കൊണ്ടിരിക്കുന്നു. അടിക്കടലിൽ നോക്കിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ കിട്ടുന്നില്ല. എവിടെയാണെന്ന് അറിയില്ല. പോയി. യൂട്യൂബ് എന്ന ആഴക്കടലിൽ മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതെ അതെ. മുങ്ങിത്തപ്പി മുങ്ങിത്തപ്പി ഞാൻ എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് അറിയില്ല. യെസ് യെസ് മാമ, ഇത് നമ്മുടെ കുഞ്ഞിപ്പെണ്ണാണ്. ഞാൻ കൊണ്ടുവന്നതാ. ഷബീർ ബ്രോ എന്ന് വിളിക്കുന്നുണ്ട്. സീനു അജു അതേന്ന് പറയുന്നുണ്ട്. ഹാരിസിക്ക ഹായ് ലുക്കിക്ക എന്ന് വിളിക്കുന്നുണ്ട്. കബീർ എങ്ങനെയുണ്ട് ജസ്റ്റ് ബിസ്മി? എങ്ങനെ പോകുന്നുണ്ട്? 1K കഴിഞ്ഞോ? 1K ഒക്കെ കഴിഞ്ഞു. വാച്ചിങ്? വാച്ചില്ല. ഞാൻ 200. ചുമ്മാ. സത്യം എന്റെ ഫേസ് ലൈവ് അല്ലല്ലോ ഇത്ത. ഫേസ് പിന്നെ കാണിച്ചാലേ ഞാൻ എവിടെ ഫേസ് ഇടുന്നുണ്ട്? ഇത്താക്ക് എത്ര ഉണ്ട്? 1K ആയ? എനിക്ക് 1K ആയി. മാഷാ അല്ലാഹ്. പിന്നെ എനിക്ക് അറിഞ്ഞൂടാ എന്താന്ന്. എത്ര നാളായി ലൈവ് തുടങ്ങിയിട്ട്? 6 മാസം ആയില്ലേ? ഇനി 6 മാസം കൂടെ ഉള്ളൂ. 6 മാസമായി. ഞാൻ ലൈവ് തുടങ്ങി 2 മാസം. അത് ശരിയായിക്കോളും, കുഴപ്പമില്ല. ഹായ് ഹാരിസുഖം. ഇത്ത ഫേസ് ലൈവ് അല്ലല്ലോ? ഇല്ല ഇല്ല. എന്നാ പിന്നെ വച്ച് കെട്ടി സണ്ണൂറിനല്ലേ പൂട്ടി കെട്ടി ഞാൻ പോവും. അല്ല എത്ര കിട്ടുന്നുണ്ട് അപ്പൊ ഒന്നിലൊക്കെ? ഒരു ലൈവില് എത്ര മണിക്കൂർ ഇരിക്കും? അങ്ങനെയൊന്നുമില്ല. അവിടെ ഇട്ടേക്കും. എന്റെ പണി തീരുന്നത് വരെ ലൈവ് അവിടെ ഇട്ടേക്കും. ഇന്നലെ ആഹ് രാത്രി ലൈവ് ഇട്ടിട്ട് ഞാൻ കിടന്ന് ഉറങ്ങി. രാത്രി 1 മണിക്കാണ് കണ്ണുറന്ന് നോക്കണം. അപ്പോഴാണ് ലൈവ് കിടക്കണം എന്ന് അറിഞ്ഞത്. പിന്നെ എണീറ്റ് ലൈവ് കട്ട് ചെയ്ത്. അയ്യോ, എന്റെ മോളാണ് ഒരു ദിവസം ഉമ്മയുടെ ഫോൺ ലൈവ് സ്ക്രീൻ കാസ്റ്റ് ഇട്ട് വെച്ചിരിക്കുക. രാത്രി എഴുന്നേറ്റിട്ട് ഉമ്മയുടെ ഫോൺ ഓൺ ആയിരുന്നു ഉമ്മ, ഞാൻ ഓഫ് ചെയ്തു. ജസ്റ്റ്. രാവിലെ ക്രെഡിറ്റ്. അല്ല, ഒരു ദിവസം ഞാൻ കണ്ടു, രാത്രിയിൽ എങ്ങാണ്ടോ നിന്റെ ലൈവ് കിടക്കുന്ന കണ്ടു. കൊറേ നേരത്തെ വായിച്ചിട്ട് എവിടെ എവിടെ എവിടെ? സിയാഷ്, ഇത് നമ്മുടെ കുഞ്ഞിപ്പെണ്ണാണോ? അതൊക്കെ വായിച്ചല്ലോ. ഹായ് കുഞ്ഞീന്ന് വിളിക്കുന്നുണ്ട്. സൂപ്പറാണ് മലയാളി, ചെറിയ കുട്ടിയാണ്, നല്ല സൗണ്ട് എന്ന് പറയുന്നത്. എനിക്ക് എന്റെ സൗണ്ട് കേട്ട ഒരുമാതിരി. ഞാൻ ഹൈലൈറ്റ് പോലും ഇടാറില്ല. വൺ ഓഫ് മൈ രഞ്ജു ചേച്ചി വന്നിട്ടുണ്ട്. ഹായ് എന്ന് പറയുന്നുണ്ട്. രഞ്ജു ലൈക്ക് ഇട്ടു, താങ്ക് യു സോ മച്ച് എന്ന് പറയുന്നുണ്ട്. ലൈക്ക് പൊട്ടിച്ചു കേട്ടോ എന്ന് പറയുന്നുണ്ട്. താങ്ക് യു താങ്ക് യു താങ്ക് യു. വേറെന്താണ്? അപ്പൊ എന്റെ കുഞ്ഞിപ്പെണ്ണിന് വേണ്ടി ഞാനൊരു തമിഴ് പാട്ട് കൂടെ പാടാൻ പോവാണ്. പാടിക്കോ പാടിക്കോ. അത് കഴിഞ്ഞിട്ട് ഞാൻ പാടിക്കോളാം. എന്നിട്ട് ഞാൻ ഇറങ്ങി ഓടാം. ഉറപ്പായിട്ടും. ഉറപ്പായിട്ടും നിന്റെ ആ പാട്ട് കേട്ടിട്ട് ഞാൻ പാടുള്ളൂ. തമിഴെങ്കിൽ തമിഴ്, തെലുങ്കെങ്കിൽ തെലുങ്ക്. ഞാനൊന്നും ചെല്ലാറില്ല. ഇവരെ പോളിഷ് ഇവരെ പോളിഷ് മാത്രമേ ഉള്ളൂ. വരില്ല. ഒരു കമന്റ്സ് പോലും അടിക്കാൻ വലിയ പാടാണ്. എന്താണ്? എവിടെയാണ്? അതാണ് ബിസ്മി, സിയാസിന്റെ ലൈവ് 24 hours ലൈവ് ആണ്. മാമ മുതലാളിയാണ്. പടച്ചോനെ പാട്. അള്ളാ. പാട്ട് മുതലാളി പാർത്ത മുതലാളി ഉന്നെ പാർത്ത മുതലാളി ഒരലയായി വന്നേ നിനയടിത്താய் കടലായി മാറി നിലയിഴുത്താய். പോരെ? ഇനിത്ത പാടിക്കും. ബാക്കിയോടെ ആര് പാടും? ബാക്കിയോടെ പാട്. ബാക്കി ഇത്ത അച്ഛൻ പാടും. ഞങ്ങള് സ്ഥിരം പാട്ടുണ്ട്, സ്ഥിരം. നമുക്ക് ഏത് പാട്ടാ വേണ്ടത്? മലയാളം, ഇംഗ്ലീഷ്, തെലുങ്ക്, കന്നഡ, പിന്നെ കൊറിയൻ? ഏതാ വേണ്ട? ചൈനീസ്? ഏതാ വേണ്ടെന്ന് പറഞ്ഞാൽ. ഇഷ്ടമുള്ള പാടിക്കോ. കൊല്ലൂർ മാമ ഈ ചാനൽ ബഹിഷ്കരിച്ചാലോ? നമുക്കൊരു ഹായ് പാട്ടൊന്ന് കുഞ്ഞ്. പാടാം. പാട്. തമിഴ് അറിയാവോ? പാടുന്നോ? ഞാൻ ഞാൻ കൂടെ മലയാളം. പാടാം. തമിഴ് എനിക്കറിയില്ല. എങ്കിൽ പാട്. പാട് പാട്. പടവാള് മിഴിയുള്ളോള്, പഞ്ചാര മൊഴിയുള്ളോള്, പദപൊങ്ങും ചിരിയുള്ള പൂങ്കനിത്തേവി പെണ്ണ്,
സൈനബ ബീവി